ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ, അത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതുവരെ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ. അതായത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുമുള്ളതോ ആയ കാര്യങ്ങൾ, ഒരു ചെടിയിൽ പൂ വിരിയുന്നതോ അങ്ങനെ എന്തുമാവാം. പക്ഷേ അത് ഈ സമയത്താണ് നിങ്ങൾ അത് കാണുന്നത് എന്നാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം വളരെ ചെറിയ കാര്യങ്ങൾ കണ്ടും നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക. വളരെ വലിയ കാര്യങ്ങൾ കിട്ടിയാലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി ചെറിയ കാര്യങ്ങളിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ടേണിങ് ഇൻ ആണ്. ഇത് 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ഈ സമയം മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറേ മെസ്സേജസ് കിട്ടും. അതുപോലെ നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഈ ഒരു സമയം വളരെ നല്ലതായിരിക്കും എന്നാണ്. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളെ കാണുക. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ അതൊക്കെ ചെയ്യാൻ തീർച്ചയായും ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ചില തിരിച്ചറിവുകൾ വേണമെന്നുള്ളതാണ്. നമ്മൾ മാറിപ്പോകേണ്ട സ്ഥലത്ത് നിന്നും നമ്മൾ മാറിപ്പോകുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സാധ്യതകൾ കണ്ടെത്തി നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതായത് എനിക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയില്ല എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ചില ആളുകളുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ചില വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രാവലിൻ്റെ കാർഡാണ്. പാസ്റ്റിൽ ഉണ്ടായിരുന്ന കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറിയിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇതൊരു ട്രാവലാണ്. നിങ്ങൾക്ക് സമാധാനമായ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഈ സമയം ഒരു ട്രാവൽ കാണുന്നുണ്ട് അവർക്ക്, അല്ലെങ്കിൽ
ഒരു ട്രാൻസ്ഫർ വാങ്ങി നിങ്ങൾ പോകുന്ന ഒരു എനർജിയോ, അല്ലെങ്കിൽ പുതിയൊരു ജോലി കിട്ടി മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും മാറി താമസിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇവിടെ നിന്നും പോകുന്നത് എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്രിയേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സോളാർ ഫ്ലക്സസ് ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ്, ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങൾക്കൊരു അബൻഡൻസിൻ്റെ എനർജിയാണ് ഇതിൽ. അതായത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും ഒക്കെ ഈ സമയം ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് എനർജി അത് ഈ സമയം നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ടാവാം. നിങ്ങളുടെ മണിപൂരക ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കുറേ കഴിവുകൾ പുറത്തു വരുന്നുണ്ടായിരിക്കാം. അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത്രയും കഴിവുകൾ എനിക്കുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇതിൽ ക്രിയേറ്ററാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഈ സമയം വർദ്ധിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചാൽ നടത്താൻ പറ്റാത്തതായ കാര്യങ്ങളില്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൽ നിങ്ങളിൽ നിന്നും വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങളോട് ഇടപഴകുമ്പോഴും ഒക്കെ നിങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു എനർജിയിൽ നിങ്ങളിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായും മറ്റുള്ളവരെ സ്നേഹിക്കാനും അതുപോലെ നിങ്ങളോട് മറ്റുള്ളവർക്ക് സ്നേഹം തോന്നാനും നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ തോൽപ്പിച്ച ആൾക്കാരുടെ മുന്നിൽ ജയിച്ചു കാണിക്കുവാനുള്ള ഒരു അവസരം കിട്ടും എന്നാണ് കാണുന്നത്. നിങ്ങൾ തോൽക്കുന്നത് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ തോൽവിയിൽ സന്തോഷിച്ചിരുന്ന ആൾക്കാരുടെ മുന്നിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് ആയുധം കൊണ്ടു തരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തളർന്നിരിക്കേണ്ട ആൾക്കാരല്ല എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് കരുതി തളർന്നിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് ജയിക്കുവാനുള്ള ആയുധങ്ങൾ ദൈവമായിട്ട് കൊണ്ടുതരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആ ഒരു ഉണർവിലായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളാരും മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കേണ്ട ആൾക്കാരല്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ മൈൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സ് നിങ്ങളെ ഒന്ന് കളിപ്പിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റിലെ എന്തെങ്കിലും ഓർമ്മകൾ വരുന്നതാവാം. അപ്പോൾ അതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ ആരോടും സംസാരിക്കേണ്ട, അല്ലെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട, ആരെയും ഫേസ് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്കൊരു പക്ഷേ ഉണ്ടാവാം. അതുപോലെ ജീവിതത്തിലെ തടസ്സങ്ങൾ നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചില ആളുകളുടെ ഭാഗത്തു നിന്നും നെഗറ്റീവായിട്ടുള്ള സംസാരമോ പ്രവൃത്തിയോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളിവിടെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതായത് ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചിന്തകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കുന്നതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവാം. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ വേണ്ടത്ര ഒരു പരിഗണനയോ മനസ്സിലാക്കലോ
ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഓർമ്മകളാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ദ ഡ്രീം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർക്ക് പാസ്റ്റിലെ ഓർമ്മകൾ ഒരു തിരമാല പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് അലയടിക്കുന്നുണ്ടാവാം. അതായത് പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവരുമായിട്ട് പങ്കിട്ട ആ നല്ല സമയങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അത്തരം ചിന്തകളിലിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ്. നിങ്ങളത് വീണ്ടും സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളത് റിക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇങ്ങനെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയും ഒന്നിച്ച് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആകണം എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്ലീനിങ് ടു ദ പാസ്റ്റ് എന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ കുറേ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വെച്ചിട്ടുണ്ടാവാം. പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പാസ്റ്റിൽ മറ്റുള്ളവർ കളിയാക്കിയത് അല്ലെങ്കിൽ മറ്റുള്ളവർ പരിഹസിച്ചത്, മറ്റുള്ളവർ ചീറ്റ് ചെയ്തത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്നുണ്ടാവാം. അത് നിങ്ങൾ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് വിട്ട് കളയുക എന്നാണ് ഇവിടെ പറയുന്നത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിങ്ങളിനി ഭാവിയിലേക്ക് നോക്കുക, ഭാവി കാര്യങ്ങൾ നോക്കുക, ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ ജീവിക്കുക. അപ്പോൾ പാസ്റ്റിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ കാര്യമാണ്, അത് കടന്നു പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നമ്മൾ കാണുന്ന പലരുടെയും പാസ്റ്റ് ലൈഫ് വളരെ പെയിൻഫുള്ളായിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെ ജീവിതത്തിലും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷവും സമൃദ്ധിയുമൊക്കെ അനുഭവിക്കുന്ന ആ ഒരു സമയത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ കറേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മോശം സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യണമെന്ന് ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എത്ര കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ സാധിക്കും. നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ദൃഢമായ തീരുമാനം നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൈയെടുത്ത് ഇറങ്ങുക. അതായത് നിങ്ങളുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് തടസ്സമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എനിക്ക് മാറാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റാരിൽ നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ മറ്റാരുടെയും സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ, അതിന് എത്ര മോശം സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ ദൃഢനിശ്ചയത്തോടിറങ്ങിയാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് ഈ ഒരു സമയം ഒരു ധൈര്യം വരുന്നു എന്നുള്ളതാണ്. കാരണം എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്നൊരു തിരിച്ചറിവ് ഈ സമയം വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സെലിബ്രേഷൻ വന്നിട്ടുണ്ട്.
നിങ്ങൾ ആഘോഷിക്കാൻ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ന്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ ജോബ് ഓഫറാകാം, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് കരുതുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും സന്തോഷം വരുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാവാം. എന്തായാലും ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഔട്ടിങ്ങിന് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സുമൊത്ത് നിങ്ങൾ ഔട്ടിങ്ങിന് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്ര സന്തോഷം വന്നാലും ആ സന്തോഷത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാക്കുക. ആ സന്തോഷം തന്ന ആ ഒരു കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെപ്പോഴും പറയേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ശരിക്കും നിങ്ങൾക്ക് ഫാമിലിയോട് ഒരു അടുപ്പമൊക്കെ തോന്നുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.